വ്യക്തമായിട്ട് പറയാം. അതൊന്നും പരിശോധിക്കാതെ പ്രശ്നോദിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയാം. പരിശോധിച്ചിട്ട് അതിന്റെ തെറ്റുകളെല്ലാം ഉറപ്പാക്കിയിട്ടേ ഞങ്ങളത് ചെയ്യുള്ളൂ. മനസ്സിലായി? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തെ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി നടത്തിയാണ്. 120 മാസം ഭരിച്ചിട്ട് സ്ത്രീകളോട് സ്നേഹം വന്നത് അവസാന സമയത്ത് ഇലക്ഷൻ വരുമ്പോ. അതെന്താ കാര്യം? ലോക്കൽ ബോഡി ഇലക്ഷനിൽ നല്ല കനത്ത തിരിച്ചടി കിട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. മനസ്സിലായല്ലോ? കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോഴാണ് കൊടുത്തത്. മാർച്ച് 16-ാം തീയതി കൊടുത്ത കേസാണ്. അതുകൊണ്ട് ഇത് പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യമില്ല. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ നേരിട്ട് അടിയന്തര പ്രമേയ നോട്ടീസിന് AC മൊയ്തീൻ നൽകിയതിന് മറുപടി പറയുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ സ്ത്രീ സുരക്ഷാ പെൻഷൻ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കൂ എന്ന് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ST ചാനലിലുള്ള കഴിഞ്ഞ വീഡിയോകളിലെല്ലാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്തൂടെ കാണാവുന്നതാണ്. അപ്പോൾ ഇപ്പം മുഖ്യമന്ത്രി AC മൊയ്തീന് നൽകിയ മറുപടിയും കൂടെ നമുക്ക് കണ്ടുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ അടിയന്തര പ്രമേയ നോട്ടീസിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതും നമ്മുടെ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടിയും നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. 120 മാസമാണ്, 10 വർഷം. 120ാമത്തെ മാസം പ്രഖ്യാപിച്ചൊരു പരിപാടിയാണ് സാർ. ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ടെന്ന് പറയുന്നത്. സാറെ, പ്രകടന പത്രികയിലുള്ള കാര്യം തുടങ്ങുമ്പോഴാണോ അവതരിപ്പിക്കുന്നത്, പോകുന്ന പോക്കിനാണോ അവതരിപ്പിക്കുന്നത്, നടപ്പാക്കുന്നത്? അല്ല, നിങ്ങൾ 2500 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് അത് പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്തി അധികാരത്തിൽ വന്നത്. എന്നിട്ട് 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടിക്കൊടുത്തില്ല. പഞ്ചായത്ത് ഇലക്ഷന്റെ തൊട്ട് മുമ്പ് ഒരു 400 രൂപ കൂട്ടി 2000 ആക്കി. പോണ പോക്കിന് അങ്ങനെയാണോ പ്രകടന പത്രിക നടപ്പാക്കുന്നത്? ഞങ്ങൾ പ്രകടന പത്രികയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒന്നും പറയില്ല. ഞങ്ങൾ ആദ്യത്തെ മാസത്തിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഞങ്ങൾ നടപ്പിലാക്കി. ചെയ്യാതിരുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടത് ഞങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, പെൻഷൻ നിങ്ങൾ കൊടുത്തു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തു. പക്ഷെ പെൻഷൻ ഫണ്ട് കടമെടുത്തിരിക്കുകയാണ്. എത്രയാ കടം? 17,000 കോടി രൂപ കടമെടുത്തിരിക്കുകയാണ്. 16 മാസത്തെ പെൻഷനാണ്. നിങ്ങൾ കൊടുത്ത 16 മാസത്തെ പെൻഷന്റെ ബാധ്യത ഈ സർക്കാരിന്റെ തലയിലാണ്. ഞങ്ങളത് കൊടുത്തു തീർക്കണം. അങ്ങനെയല്ല. നിങ്ങൾ 2016 ഉമ്മൻചാണ്ടി പോയപ്പോൾ 3 മാസത്തെ പെൻഷന്റെ കുറവാണ് ഉണ്ടായിരുന്നത്. ഐസക്കിന്റെ വൈറ്റ് പേപ്പർ എന്റെ കയ്യിലുണ്ട് സർ. ഈ പദ്ധതി ഇത് കൃത്യമായിട്ടല്ല നടപ്പാക്കിയിരിക്കുന്നത്. മാരായിരുന്ന ആളുകളാ, ഒരു സമിതി ഉണ്ടായിരുന്നില്ല. തോന്നിയവർക്ക് നിങ്ങൾ കൊടുത്ത ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊക്കെ MLA-മാരായിരുന്നല്ലോ. ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ഏത് പഞ്ചായത്തിൽ ഏത് സമിതിയാണ് നിലവിലിരുന്നത്? ഒരു സമിതിയില്ല. അന്ന് വേണ്ടപ്പെട്ടവർക്കെല്ലാം നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയും നിങ്ങളുടെ ഏരിയ കമ്മിറ്റിയും കൂടി കൊടുത്താണിത്. അതൊന്നും വളരെ കൃത്യമായിട്ട് പറയാം. അതൊന്നും പരിശോധിക്കാതെ പ്രശ്നോദിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയാം. പരിശോധിച്ചിട്ട് അതിന്റെ തെറ്റുകളെല്ലാം ഉറപ്പാക്കിയിട്ടേ ഞങ്ങളത് ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? നോക്കി അതിന്റെ തെറ്റുകളാണ് അത് ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്കും ഒരു കോർപ്പറേഷൻ സെക്രട്ടറിക്കും മുനിസിപ്പൽ സെക്രട്ടറിക്കും വരുന്ന ആപ്ലിക്കേഷൻ മുഴുവൻ എങ്ങനെ പരിശോധിക്കുന്നത്? ഏത് ഡേറ്റയുടെ ഏതായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഒരു വിധത്തിലുള്ള നടപടിക്രമങ്ങളും നടത്താതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തെ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടി നടത്തിയാണ്. 120 മാസം ഭരിച്ചിട്ട് സ്ത്രീകളോട് സ്നേഹം വന്നത് അവസാന സമയത്ത് ഇലക്ഷൻ വരുമ്പോ. അതെന്താ കാര്യം? ലോക്കൽ ബോഡി ഇലക്ഷനിൽ നല്ല കനത്ത തിരിച്ചടി കിട്ടി.
അത് കഴിഞ്ഞപ്പോഴാണ് ഇത് കൊടുക്കാൻ തീരുമാനിച്ചത്. മനസ്സിലായല്ലോ? കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പോഴാണ് കൊടുത്തത്. മാർച്ച് 16-ാം തീയതി കൊടുത്ത കേസാണ്. അതുകൊണ്ട് ഇത് പരിശോധിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഇത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട